തന്റെ 74-ാം വയസ്സിലും ഇന്ത്യൻ സിനിമയെ ഞെട്ടിക്കുകയാണ് മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടി. കോവിഡിന് ശേഷം തന്നിലെ നടനെ തേച്ചു മിനുക്കിക്കൊണ്ടാണ് മമ്മൂട്ടി ഓരോ കഥാപാത്രങ്ങളെയും തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യയിൽ ഒരു സൂപ്പർ സ്റ്റാറും ചെയ്യാൻ ധൈര്യപ്പെടാത്ത തരത്തിലുള്ള വേഷങ്ങൾ തേടിപ്പിടിച്ച് ചെയ്യുകയാണ് നമ്മുടെ സ്വന്തം മമ്മൂട്ടി. അതിന്റെ ഫലമായി നിരവധി പുരസ്കാരങ്ങളും മമ്മൂട്ടിയെ തേടിയെത്തുന്നുമുണ്ട്. നൻപകൽ നേരത്ത് മയക്കം, ഭ്രമയുഗം എന്നീ ചിത്രങ്ങളുടെ പ്രകടനത്തിന് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചു. ഇതിനോടകം ഏറ്റവും അധികം തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ നടനായി മമ്മൂട്ടി മാറി. 7 തവണയാണ് മമ്മൂട്ടി മലയാളത്തിലെ മികച്ച നടനായി മാറിയത്. എന്നാൽ ഏഴാമത്തെ സ്റ്റേറ്റ് അവാർഡും വെറും സാമ്പിളാണെന്ന് നൽകുകയാണ് മമ്മൂട്ടി ഇപ്പോൾ. ഈ വർഷത്തെ ഫിലിംഫെയർ അവാർഡ് ലിസ്റ്റിൽ അവസാന റൗണ്ടിൽ മമ്മൂട്ടിയുടെ പേരുണ്ട്. ഭ്രമയുഗത്തിന്റെ പ്രകടനത്തിനാണ് മമ്മൂട്ടി എന്ന അവസാന റൗണ്ടിൽ എത്തിച്ചത്. മലയാളത്തിലെ മികച്ച നടന്മാരുടെ ലിസ്റ്റിൽ പൃഥ്വിരാജാണ് മമ്മൂട്ടിയുടെ പ്രധാന എതിരാളി. ആടുജീവിതത്തിലെ നജീബാണോ അതോ പ്രമേയത്തിലെ പോറ്റിയാണോ ഫിലിംഫെയർ തിളങ്ങുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. ഇന്നാണ് ഫിലിംഫെയർ അവാർഡിന്റെ പ്രഖ്യാപനവും. ഇന്നും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ കരിയറിൽ 16-ാമത്തെ ഫിലിംഫെയർ അവാർഡ് മമ്മൂട്ടിയുടെ ഷെൽഫിലെത്തും. ഏറ്റവും അധികം ഫിലിംഫെയർ അവാർഡ് എന്ന റെക്കോർഡിൽ അമിതാഭ് ബച്ചനോടൊപ്പം എത്താൻ മമ്മൂട്ടിക്ക് സാധിക്കും. കൊടുമ്പോൻ പോറ്റിയുടെ ലക്ഷ്യം ഇതൊന്നും ആയിരിക്കില്ലെന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ. ഈ വർഷത്തെ ദേശീയ അവാർഡിൽ മികച്ച നടനായി മമ്മൂട്ടിയായിരിക്കുമെന്ന് തെരഞ്ഞെടുക്കുമെന്ന് സിനിമാ പ്രേമികൾ കരുതുന്നു. രാഷ്ട്രീയം ഒന്നും കളിക്കാതെ മികച്ച നടനായി മമ്മൂട്ടി മാറിയാൽ ദേശീയ അവാർഡ് ലിസ്റ്റിൽ ഒന്നാം താരം ഒന്നാം സ്ഥാനമെത്തും. നിലവിൽ 3 തവണയാണ് മമ്മൂട്ടി ഇന്ത്യയിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 4-ാമത്തെ നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് സ്വന്തമാക്കി ചരിത്രമെഴുതൂ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡിൽ മമ്മൂട്ടി തിളങ്ങിയതാണ് കണക്കുകൂട്ടൽ. പൊന്മാനിലെ പ്രകടനവുമായി ബേസിൽ ജോസഫിനും റോന്തിലെ പ്രകടനം കൊണ്ട് ദിലീഷ് പോത്തനും ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ കുഞ്ചാക്കോ ബോബനും ഉണ്ടെങ്കിലും അതെല്ലാം ചെക്ക് വെക്കാൻ മമ്മൂട്ടിയുടെ സ്റ്റാലിക്കും അവസാന റൗണ്ടിൽ എല്ലാവർക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് ഉറപ്പാണ്. ഈ വർഷത്തെ തുടക്കത്തിൽ തന്നെ പത്മഭൂഷൺ സ്വന്തമാക്കി മമ്മൂട്ടി സിനിമാ പ്രേമികളുടെ എല്ലാവരെയും സന്തോഷത്തിലാക്കിയിരുന്നു. പത്മഭൂഷണും ഫിലിംഫെയർ അവാർഡും ദേശീയ അവാർഡുമെല്ലാം നേടി 2026 മൊത്തമായി മമ്മൂട്ടി തൂക്കുമെന്നാണ് പ്രതീക്ഷ.